എന്നിട്ട് ഇതുണ്ട് ഈ ഗോവിന്ദചാമിയുണ്ട് പാമ്പഴയുന്ന പോലെ ഇഴഞ്ഞെഴുതി സെല്ലിൽ നിന്ന് ചാടുന്നേ. ഇളന്തൊരു മണ്ടത്തരം കാണിച്ചു. ഇയാൾക്കറിയത്തില്ലേ ജയിലിൽ അടി കഴിഞ്ഞാൽ കേരള പോലീസ് അയാളെ പിടിക്കുമെന്ന്? ഇനി സത്യം പറഞ്ഞ ഗോവിന്ദചാമി ചാകാൻ വേണ്ടി തന്നെ നടക്കുമായിരുന്നു. അല്ല പിന്നെ അയാൾക്ക് ജയിലിൽ എന്തെങ്കിലും കാണിച്ചാൽ പോരാ, പോലീസുകാരങ്ങ് തല്ലിക്കൊല്ലത്തില്ലയോ? അയ്യോ അങ്ങനെ തല്ലിക്കൊല്ലാൻ നോക്കത്തില്ല. എന്താ ഇനി അവന്റെ വധശിഷ്ടമായിട്ട് ജീവനെന്തുവാക്കിയില്ല, അതിന് ജയിലിൽ കിടന്ന് എന്തെല്ലാം വിഷയമായിരുന്നു. ബിരിയാണിക്ക് വേണ്ടി വിഷയം ഉണ്ടാക്കി, പോലീസുകാരൻ മേത്ത് മലം മരിയെറിഞ്ഞ്. ഹലോ എന്തുവാ വൃത്തികേട്? വൃത്തികേടോ? എന്താ വൃത്തികേട്? പിന്നെ കൊണ്ടു നടക്കാം, പറയുന്നതിനാ കുഴപ്പം. ഇനി ചാകാൻ വേണ്ടി പല പരിപാടിയാവും നോക്കി. ജയിലിൽ പട്ടിണി കിടന്ന് ചാകാന്ന് വിചാരിച്ചു 2 മാസം പട്ടിണി കിടന്നു. എന്നിട്ട് എന്താ പറ്റി? ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ക്ഷീണിച്ച പോലെ ക്ഷീണിച്ചതേ ഉള്ളൂ. എന്നാ പിന്നെ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാകാമെന്ന് വിചാരിച്ച് കർക്കിടക മാസം വരെ കാത്തിരുന്നിട്ട് ജയിലിൽ ചാടി നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ അത് ഈ പോലീസുകാരെ സമ്മതിക്കത്തില്ല. എടുത്ത് കിടത്തി ചാടി പിടിച്ചോണ്ട് പോയി. ഒരു കുഴപ്പമില്ല, വലിച്ചു കയറ്റി. കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല ചാപ്പാടൊക്കെ കൊടുത്ത് നല്ല പോലെ വണ്ണം വെപ്പിച്ചിങ് എടുക്കും. പക്ഷെ ഇനി അവന്റെ വലിയ കളി നടക്കത്തില്ല. എന്താ? പോലീസുകാർ കിണറ്റിൽ നിന്ന് മേപ്പോട്ട് പിടിച്ച് കയറ്റിയപ്പോഴേ കണ്ണൂരുള്ള ചുമന്ന ടീഷർട്ട് ഇട്ട ഒരുത്തൻ ചെവിക്കല്ല് ഒറ്റ അടിയം കൊടുത്ത്. ആ ഒരു പേടി കാണും. വേണ്ട, ഇവിടുത്തെ കയറ്റിലെങ്ങാണമായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇട്ട് മൂടിയേനെ അവനെ.